PSC നോട്ട്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട 4ാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് 3 ക്ലാസ്സുകൾ കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. എല്ലാവരും ആ ക്ലാസ്സിൽ കണ്ടതിന് ശേഷം കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് കാണുക. ഈ ചോദ്യങ്ങളെല്ലാം PSC ബുള്ളറ്റിൽ നിന്നുള്ള എടുത്തിട്ടുള്ളതാണ്. എല്ലാ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകളാണ് ഇതെല്ലാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരള പാണിനീയ വിമർശനം ആരുടെ കൃതിയാണ്? ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ്റെ കൃതിയാണ് കേരള പാണിനീയ വിമർശനം. അദാലത്ത്, ഹാജർ എന്നീ പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? അറബി. അദാലത്ത്, ഹാജർ എന്നീ പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? അറബി. കേരള പാണിനീയ വിമർശനം ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ്റെ ഒരു കൃതിയാണ്. അദാലത്ത്, ഹാജർ എന്നീ പദങ്ങൾ അറബി ഭാഷയിൽ നിന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ സംഘടനയാണ് കവി സമാജം. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ സംഘടന കവി സമാജം. ഗുണ്ടർട്ടും മലയാള വ്യാകരണവും എന്ന കൃതി രചിച്ചത് NR ഗോപിനാഥപിള്ള. ഗുണ്ടർട്ടും മലയാള വ്യാകരണവും എന്ന കൃതി രചിച്ചത് NR ഗോപിനാഥപിള്ള. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ സംഘടനയാണ് കവി സമാജം. ഗുണ്ടർട്ടും മലയാള വ്യാകരണവും എന്ന കൃതി രചിച്ചത് NR ഗോപിനാഥപിള്ള. നമ്മുടെ സാഹിത്യം നമ്മുടെ സമൂഹം എന്ന കൃതി രചിച്ചത് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരുടെ ഒരു കൃതിയാണ് നമ്മുടെ സാഹിത്യവും നമ്മുടെ സമൂഹം. മലയാളത്തിലെ ഒന്നാമത്തെ മാസികാപത്രമായി കരുതപ്പെടുന്നത് രാജ്യസമാചാരം. മലയാളത്തിലെ ഒന്നാമത്തെ മാസികാപത്രമായി കരുതപ്പെടുന്നത് രാജ്യസമാചാരം. നമ്മുടെ സാഹിത്യം നമ്മുടെ സമൂഹം എന്ന കൃതി രചിച്ചത് MT വാസുദേവൻ നായർ. മലയാളത്തിലെ ഒന്നാമത്തെ മാസികാപത്രമായി കരുതപ്പെടുന്നത് രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് മലയാള ഭാഷാ ചരിത്രം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥം മലയാള ഭാഷാ ചരിത്രം. ഒരു മലയാളി മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് മലയാണ്മയുടെ വ്യാകരണം. ഒരു മലയാളി മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം മലയാണ്മയുടെ വ്യാകരണം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് മലയാള ഭാഷാ ചരിത്രം. ഒരു മലയാളി മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് മലയാണ്മയുടെ വ്യാകരണം. നവയുഗ ഭാഷാ നിഘണ്ടുവിൻ്റെ കർത്താവാര്? R നാരായണ പണിക്കർ. നവയുഗ ഭാഷാ നിഘണ്ടുവിൻ്റെ കർത്താവാര്? R നാരായണ പണിക്കർ. കഥകളിയിൽ ഉപയോഗിക്കുന്ന മുദ്രകളുടെ എണ്ണം 24. കഥകളിയിൽ ഉപയോഗിക്കുന്ന മുദ്രകളുടെ എണ്ണം 24. നവയുഗ ഭാഷാ നിഘണ്ടുവിൻ്റെ കർത്താവാണ് R നാരായണ പണിക്കർ. കഥകളിയിൽ ഉപയോഗിക്കുന്ന മുദ്രകളുടെ എണ്ണം 24. കേരള പത്രപ്രവർത്തന ചരിത്രം രചിച്ചത് പുതുപ്പള്ളി രാഘവൻ. കേരള പത്രപ്രവർത്തന ചരിത്രം രചിച്ചത് പുതുപ്പള്ളി രാഘവൻ. മലയാള പദങ്ങൾക്ക് മലയാളത്തിൽ തന്നെ അർത്ഥവിവരണം നൽകുന്ന മലയാളത്തിലെ ആദ്യ ശബ്ദകോശം രചിച്ചത് റിച്ചാർഡ് കോളിൻസ്. മലയാള പദങ്ങൾക്ക് മലയാളത്തിൽ തന്നെ അർത്ഥവിവരണം നൽകുന്ന മലയാളത്തിലെ ആദ്യ ശബ്ദകോശം രചിച്ചത് റിച്ചാർഡ് കോളിൻസ്. കേരള പത്രപ്രവർത്തന ചരിത്രം രചിച്ചത് പുതുപ്പള്ളി രാഘവൻ. മലയാള പദങ്ങൾക്ക് മലയാളത്തിൽ തന്നെ അർത്ഥവിവരണം നൽകുന്ന മലയാളത്തിലെ ആദ്യ ശബ്ദകോശം രചിച്ചത് റിച്ചാർഡ് കോളിൻസ്. വടക്കൻ പാട്ടുകളുടെ പണിയാല ആരുടെ കൃതിയാണ്? MR രാഘവ വാര്യർ. വടക്കൻ പാട്ടുകളുടെ പണിയാല ആരുടെ കൃതിയാണ്? MR രാഘവ വാര്യർ. ഇൻഡോ ആര്യൻ ലേൺ വേർഡ്സ് ഇൻ മലയാളം എന്ന കൃതിയുടെ കർത്താവ് R ഗോദവർമ്മ. ഇൻഡോ ആര്യൻ ലേൺ വേർഡ്സ് ഇൻ മലയാളം എന്ന കൃതിയുടെ കർത്താവ് R ഗോദവർമ്മ. വടക്കൻ പാട്ടുകളുടെ പണിയാല എന്ന കൃതി എഴുതിയത് MR രാഘവ വാര്യർ. ഇൻഡോ ആര്യൻ ലേൺ വേർഡ്സ് ഇൻ മലയാളം എന്ന കൃതിയുടെ കർത്താവ് K ഗോദവർമ്മ. നാടകാന്തം കവിത്വം എന്ന കൃതിയുടെ രചയിതാവ് ജോസഫ് മുണ്ടശ്ശേരി. നാടകാന്തം കവിത്വം എന്ന കൃതിയുടെ രചയിതാവ് ജോസഫ് മുണ്ടശ്ശേരി.
ചിരിയും ചിന്തയും എന്ന ഉപന്യാസ സമാഹാരത്തിൻ്റെ കർത്താവ് എൻ കൃഷ്ണപിള്ള. ചിരിയും ചിന്തയും എന്ന ഉപന്യാസ സമാഹാരത്തിൻ്റെ കർത്താവാണ് എൻ കൃഷ്ണപിള്ള. നാടകാന്തം കവിത്വം എന്ന കൃതി രചിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. ചിരിയും ചിന്തയും എന്ന ഉപന്യാസ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എൻ കൃഷ്ണപിള്ള. ബാലപരിചരണം എന്ന കൃതി രചിച്ചത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ബാലപരിചരണം എന്ന കൃതി രചിച്ചത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് വാസന വികൃതി. മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസന വികൃതി. ബാലപരിചരണം എന്ന കൃതി രചിച്ചത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് വാസന വികൃതി. കറുത്ത ചിരിയുടെ കവി എന്നറിയപ്പെടുന്നത് അയ്യപ്പ പണിക്കർ. കറുത്ത ചിരിയുടെ കവി എന്നറിയപ്പെടുന്നത് അയ്യപ്പ പണിക്കർ. മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസികയാണ് വിദ്യാ വിനോദിനി. മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസിക വിദ്യാ വിനോദിനി. കറുത്ത ചിരിയുടെ കവി എന്നറിയപ്പെടുന്നത് അയ്യപ്പ പണിക്കർ. മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസികയാണ് വിദ്യാ വിനോദിനി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകം മറിയാമ്മ. മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകമാണ് മറിയാമ്മ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകമാണ് മറിയാമ്മ. ചുവപ്പുനാട എന്ന നോവൽ രചിച്ചത് ഇ വാസു. ചുവപ്പുനാട എന്ന നോവൽ രചിച്ചത് ഇ വാസു. ദി 7 സീഡ്സ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പ്രശസ്തമായ മലയാളം നോവലാണ് അസുരവിത്ത്. MT വാസുദേവൻ നായരാണ് അസുരവിത്ത് എഴുതിയത്. ദ 7 സീഡ്സ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പ്രശസ്തമായ മലയാളം നോവലാണ് അസുരവിത്ത്. എഴുതിയത് MT വാസുദേവൻ നായർ. ചുവപ്പുനാട എന്ന നോവൽ രചിച്ചത് ഇ വാസു. ദ 7 സീഡ്സ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പ്രശസ്തമായ മലയാളം നോവലാണ് അസുരവിത്ത്. എഴുതിയത് MT വാസുദേവൻ നായർ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഏക മലയാളം വ്യാകരണ ഗ്രന്ഥമാണ് പാണിനീയ പ്രദ്യോതം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഏക മലയാള വ്യാകരണ ഗ്രന്ഥമാണ് പാണിനീയ പ്രദ്യോതം. 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയത് ഉറൂബ്. 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയത് ഉറൂബ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഏക മലയാളം വ്യാകരണ ഗ്രന്ഥമാണ് പാണിനീയ പ്രദ്യോതം. 1954 പുറത്തിറക്കിയ നീലക്കുയിൽ എന്ന സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയത് ഉറൂബ്. MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് ആധാരമായ രചന പള്ളിവാളും കാൽച്ചിലമ്പും. കഥ MTയുടെ തന്നെയാണ്. MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് ആധാരമായ രചന പള്ളിവാളും കാൽച്ചിലമ്പും. കഥ MTയുടെ തന്നെയാണ്. ജീവചരിത്ര സാഹിത്യം എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ KM ജോർജ്. ജീവചരിത്ര സാഹിത്യം എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ KM ജോർജ്. MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് ആധാരമായ രചനയാണ് പള്ളിവാളും കാൽച്ചിലമ്പും. ജീവചരിത്ര സാഹിത്യം എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ KM ജോർജ്. ജീവചരിത്ര സാഹിത്യം മലയാളത്തിൽ എന്ന ഗ്രന്ഥം രചിച്ചത് നടുവട്ടം ഗോപാലകൃഷ്ണൻ. ജീവചരിത്ര സാഹിത്യം മലയാളത്തിൽ എന്ന ഗ്രന്ഥം രചിച്ചത് നടുവട്ടം ഗോപാലകൃഷ്ണൻ. ജീവചരിത്ര സാഹിത്യം എന്ന ഗ്രന്ഥം രചിച്ചത് ഡോക്ടർ KM ജോർജ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ജീവചരിത്ര സാഹിത്യം മലയാളത്തിൽ എന്ന ഗ്രന്ഥം രചിച്ചത് നടുവട്ടം ഗോപാലകൃഷ്ണൻ. ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെട്ട ആദ്യത്തെ യാത്രാവിവരണം വർത്തമാന പുസ്തകം എഴുതിയത് പാറേമാക്കൽ തോമാക്കത്തനാർ. ജീവചരിത്ര സാഹിത്യം മലയാളത്തിൽ എന്ന ഗ്രന്ഥം രചിച്ചത് നടുവട്ടം ഗോപാലകൃഷ്ണൻ. ഇന്ത്യൻ ഭാഷകളിൽ എഴുതപ്പെട്ട ആദ്യത്തെ യാത്രാവിവരണമാണ് വർത്തമാന പുസ്തകം എഴുതിയത് പാറേമാക്കൽ തോമാക്കത്തനാർ. പ്രസിദ്ധീകരിച്ച വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണമാണ്
ഊർഷലോം യാത്രാവിവരണം. പ്രസിദ്ധീകരിച്ച വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണമാണ് ഊർഷലോം യാത്രാവിവരണം. 2020 പത്മവിഭൂഷൺ നൽകി ആദരിക്കപ്പെട്ട ക്ലാസിക്കൽ തുമ്രി ശൈലിയുടെ ഉപാസകനായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് പണ്ഡിറ്റ് ചാനുലാൽ മിശ്ര. 2020 പത്മവിഭൂഷൺ നൽകി ആദരിക്കപ്പെട്ട ക്ലാസിക്കൽ തുമ്രി ശൈലിയുടെ ഉപാസകനായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് പണ്ഡിറ്റ് ചാനുലാൽ മിശ്ര. പ്രസിദ്ധീകരിച്ച വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണമാണ് ഊർഷലോം യാത്രാവിവരണം. 2020 പത്മവിഭൂഷൺ നൽകി ആദരിക്കപ്പെട്ട ക്ലാസിക്കൽ തുമ്രി ശൈലിയുടെ ഉപാസകനായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് പണ്ഡിറ്റ് ചാനുലാൽ മിശ്ര. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനിയും കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട ധാരാളം ക്വസ്റ്റ്യനുകളുണ്ട്. വരും ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.